നമസ്കാരം. ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അങ്ങനെ ഏത് വിഭാഗം എടുത്താലും അവരുടെ എല്ലാം സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊരു സെക്ടറായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, സർവീസ് സെക്ടർ എന്നുള്ള നിലയിൽ. അതിൽ അംഗനവാടിക്കാരെ സംബന്ധിച്ചും ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചും ധാരാളം വീഡിയോസ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തത് ഒരുപക്ഷെ അംഗനവാടിക്കാരെ കുറിച്ചായിരിക്കും. വർക്കർമാരും ഹെൽപ്പർമാരും പെൻഷൻ പറ്റിയവരും അനുഭവിക്കുന്ന പ്രാഥമികമായ ബുദ്ധിമുട്ടുകൾ, സേവന വേതന വ്യവസ്ഥകൾ, അവരുടെ പെൻഷൻ്റെ കാര്യം, ഗ്രാറ്റുവിറ്റി, ലീവ് സറണ്ടർ, ലീവിൻ്റെ കാര്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തിരുന്നു. പെൻഷൻ കട്ടായ കുറച്ചവരുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടായിട്ടുണ്ട്. പക്ഷേ പരിഹാരമുണ്ടായത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ മാത്രം വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരു വിഷയം, നൂറുകണക്കിന് വിഷയങ്ങളുള്ളൊരു സമൂഹത്തിൽ ഒരു വിഷയം മീഡിയയിൽ വന്നാൽ അറ്റൻഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പശ്ചിമ ബംഗാളിൽ നടന്ന കേസ്, അതിൽ സുപ്രീം കോടതി വന്ന വിധി, അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഗ്രാറ്റുവിറ്റിയായി ബന്ധം പല വിഷയങ്ങൾ ചെയ്ത കൂട്ടത്തിൽ. അപ്പോൾ അതൊരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കും, ഒരു സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാക്കും. പെൻഷൻകാരിലും ജീവനക്കാരിലും നമുക്കിത് നേടിയെടുക്കണമെന്നൊരു തോന്നലുണ്ടാക്കും, സാധ്യതയുണ്ടെന്ന് തോന്നും. പിന്നെ ഗവൺമെൻറ്റിനും ഇത് കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു പ്രഷർ ടാറ്റിക്സ് ആണ് മാത്രമേ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റൊന്നും നമുക്ക് നേരിട്ട് പോയി കൈപിടിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച് കൊടുക്കാൻ കഴിയത്തില്ല, കേസ് കൊടുക്കാനും കഴിയത്തില്ല. നമ്മൾ ആ ഒരു സെക്ടറിലുള്ള ആളല്ലല്ലോ. അപ്പോൾ എന്തായാലും ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ സന്തോഷമുള്ള ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 1972 ഗ്രാറ്റുവിറ്റി ആക്ട് വന്നത് 1972 അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ്. അതിലെ കൺട്രോളിംഗ് അതോറിറ്റിയുടെ, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെയും അധികാരം ജില്ലകൾക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലയ്ക്കും ലേബർ ഓഫീസുകളില്ല. ഇപ്പോൾ ഇടുക്കി, കോട്ടയത്തിനെല്ലാം കൂടി, കോട്ടയത്ത് ഏറ്റുമാനൂരാണുള്ളത്, കൊല്ലത്തുണ്ട്, അതേസമയം ആലപ്പുഴയ്ക്കില്ല. ആലപ്പുഴക്കാർ കൊല്ലത്ത് പോകണം, തൃശ്ശൂർക്കാർ പാലക്കാട് പോകണം. ഇങ്ങനെ പല ജില്ലക്കാരും മാറിപ്പോണം. വളരെ കുറച്ച് ലേബർ ഓഫീസുകളേ ഉള്ളൂ. അവർക്ക് ഒരുപാട് അധികാരങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ കോട്ടയത്തുള്ള ലേബർ ഓഫീസിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ കേസ് നമ്പർ GC 23/2026 മുതൽ GC 67/2026 വരെയുള്ള ആകെ ഒരു 45 പേരുടെ അപേക്ഷ തീർപ്പാക്കി. അതുപോലെ പിന്നെ ഒരു 17 പേരുടെ അപേക്ഷയും ഇതുപോലെ തീർപ്പാക്കി. ഈ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് പരാതി കൊടുക്കുന്ന ആളിനാണ് അപേക്ഷകർ. ഇതിനകത്തുള്ള അപേക്ഷകർ അംഗനവാടി പെൻഷൻ പറ്റിയവരാണ്. പരാതി കൊടുക്കുന്നവരെയും കക്ഷികളെന്ന് പറയും. ആർക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത് അവരെ എതിർ കക്ഷികളെന്ന് പറയും. എതിർ കക്ഷി എപ്പോഴും ICDS ഓഫീസർ ആയിരിക്കും. കാരണം അവരാണല്ലോ ജോലി ഇമ്മീഡിയറ്റ് കൊടുത്തിരിക്കുന്ന ഓഫീസർ ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ അവരെ പ്രതി എന്നല്ല, അവർക്കെതിരെയാണ് കേസ് കൊടുക്കുക. അപ്പോൾ എതിർ കക്ഷി എന്നുള്ള നിലയിലാണ്. സാധാരണ കേസിൻ്റെ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ലേബർ ഓഫീസിൽ നിന്ന് മറ്റവരോട് ഇവർ കൊടുത്തതൊക്കെ കറക്റ്റാണോ എന്ന്, ഇപ്പോൾ എന്ന് ജോലിയിൽ കയറി, എന്ന് റിട്ടയർ ചെയ്തു, എത്ര രൂപ കിട്ടി, ഇതിനെ സംബന്ധിച്ചൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഒരു ഫോമുണ്ട്, ഫോം N എന്നോ മറ്റുമാണ്. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൊരു ഫോം ഇവർക്ക് വച്ചേക്കാം, വീട്ടുകാർക്ക്, ഈ ആളുകൾക്ക് വച്ചേക്കാം, ഒരു ഫോം അവിടെ കൊടുക്കണം. അപ്പോൾ ആ ഫോം വെച്ചുകൊണ്ട് എതിർകക്ഷികളെ ICDS ഓഫീസർമാരെ വിളിക്കും. അവരും ഡീറ്റെയിൽസ് കൊണ്ടുവരും. രണ്ട് കക്ഷികളെയും കേൾക്കും. എന്നിട്ട് ഒരു തീരുമാനം പറയും. ഇതുവരെ തീരുമാനമൊക്കെ പറഞ്ഞിരുന്നത് ഗവൺമെൻറ് പറഞ്ഞത് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്, പെൻഡിങ്. പക്ഷേ 2023 ആണെന്ന് തോന്നുന്നു, ഞാൻ ഡീറ്റെയിൽസ് താഴോട്ട് വരാം, 22 or 23 ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ ICDS പ്രോജക്റ്റ് അടിമാലി, ഇടുക്കി ജില്ലയിലെ അടിമാലി പ്രോജക്റ്റ് ഓഫീസർക്കാണ് ഈ ഉത്തരവ് കൊടുത്തത്. അപേക്ഷകരെല്ലാവരും എതിർ കക്ഷികളുടെ കീഴിൽ ജോലി ചെയ്ത് വിരമിച്ച അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാരാണ്. അവർ ഓരോരുത്തരും 5 വർഷത്തിൽ കൂടുതൽ സേവനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നിയമപ്രകാരം ഗ്രാറ്റുവിറ്റി നിർണ്ണയിക്കുകയും അത് നൽകാൻ എതിർകക്ഷിയോട് നിർദ്ദേശിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് 72 ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം ഫോം വകുപ്പിലെ ഗ്രാറ്റുവിറ്റി ആക്ടിലെ 74 വകുപ്പ് പ്രകാരം ഫോം N സമർപ്പിച്ചത്. അത് അതോറിറ്റി സമീപിച്ചു. ഈ അതോറിറ്റി അത് പരിശോധിച്ചു. തുടർന്ന് റൂൾ 11(1) പ്രകാരം ഫോം 0 അനുസരിച്ച് നോട്ടീസ് എതിർകക്ഷിക്ക് നിയമാനുസൃതം നൽകുകയും രണ്ട് കൂട്ടരെയും 19/1/2026 ഹാജരായി അവരുടെ വാദം അവതരിപ്പിച്ചു. പിന്നീട് അപേക്ഷകരുടെ സേവന കാലാവധി അവസാനം വാങ്ങുന്ന വേതനവും സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവനയെല്ലാം കിട്ടി. അതനുസരിച്ച് കേസുകളിലും എതിർകക്ഷി ഒരാളായതിനാലും, അതായത് ഒറ്റ കക്ഷിയാണ് പൈസ കൊടുക്കേണ്ടത്, ഒരാളാണ് വാങ്ങേണ്ടതും, ഒരു 45 ഒരേ കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റ ഓർഡറിലൂടെ തീർപ്പാക്കിയത്. എന്തായാലും ആ തർക്ക വിഷയം എന്ന് പറയുന്നത് 2 ഏപ്രിൽ 23 കേട്ടോ.
2022 ഏപ്രിൽ 25 സുപ്രീം കോടതി മാനിബാൽ ബഗാൻഭായി ഭവനായി ഭാര്യ വേഴ്സസ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസ് ആൻഡ് ചൈൽഡ്ഹുഡ് ഓഫീസർ സിവിൽ അപ്പലേറ്റ് നമ്പർ 3053/2022. അപ്പോൾ 2022 ഏപ്രിൽ 25 ആണ് സുപ്രീം കോടതി ഒരു വിധി വരുന്നത്. അവർ അന്ന് നൽകിയ കേസിൽ സുപ്രധാനമായൊരു വിധിയാണ് വന്നത്. ആ വിധി അനുസരിച്ച് ഈ അംഗനവാടികൾ എന്ന് പറയുന്നതും എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ്. ഈ പേജ് ഇതിൻ്റെ സാരാംശം അനുസരിച്ച് ഇവർക്ക് ഇത് കൊടുക്കാൻ അവകാശമുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അംഗനവാടി വർക്കേഴ്സ് ഹെൽപ്പർമാരും വിദ്യാഭ്യാസ നിയമം KER-RT അനുസരിച്ച് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ച് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അതുപോലെ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ 2 നിയമമാണ്. ഈ നിയമങ്ങൾ അനുസരിച്ച് 2013 നിയമമൊക്കെ അനുസരിച്ച് നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി അവരെ വെറും പാർട്ട് ടൈം അല്ലെങ്കിൽ കണ്ടിജൻസി അല്ലെങ്കിൽ ഓണറേറിയം പറ്റുന്നവരായി മാറ്റം പറയാൻ കഴിയില്ല. ICDS പദ്ധതി സർക്കാരിൻ്റെ ഒരു വിപുലീകൃത സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിത് കൊടുത്തേ കഴിയുള്ളൂ. 72 വ്യവസ്ഥകൾ അവർക്കും ബാധകമാണ്. നിയമത്തിലെ സെക്ഷൻ 1(3)(b) പ്രകാരം നിലവിൽ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൻ്റെ അർത്ഥത്തിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 141 പ്രകാരവും സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിർകക്ഷികളുടെ കീഴിലുള്ള അംഗനവാടി പദ്ധതി ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്, ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി 50 വർഷമായി ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആണെന്നും അതിനാൽ അവർക്ക് എതിർകക്ഷിയിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാറ്റുവിറ്റി ലഭിക്കാനായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പവർ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഉണ്ട്, അവകാശമുണ്ടെന്ന് പറഞ്ഞു. എതിർകക്ഷി സമർപ്പിച്ച പ്രസ്താവന ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 സെക്ഷൻ 73 പ്രകാരം തെളിവായി സ്വീകരിക്കാവുന്ന സാക്ഷ്യപ്പെടുത്തിയ ഔദ്യോഗിക രേഖയാണ്. അതിനാൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സേവന കാലാവധിയും അവസാനമായി ലഭിച്ച വേതനവും കണക്കാക്കി ഓരോ അപേക്ഷകനും ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി ഉത്തരവിൻ്റെ അനുബന്ധമായി ചേർത്തിട്ടുണ്ടെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ 45 പേർക്ക് കിട്ടി. പിന്നെ ഒരു 17 പേർക്കും കിട്ടി. അതേ സെക്ടറിൽ തന്നെയുള്ള മേഖലയിൽ തന്നെയുള്ള 17 പേർക്കും കിട്ടി. അപ്പോൾ 2 ഓർഡർ ഇറങ്ങി. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ജില്ലകളിൽ ഇത് എടുത്തിട്ടില്ല. പക്ഷേ അത് ബാക്കി ജില്ലകളിലെ ഓഫീസർമാരോട് ഇത് മനസ്സിലാക്കുക, ഇത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ അപേക്ഷകൾ എടുക്കണം. ആയതിനാൽ ഇത് 45 പേർക്കും ഏപ്രിൽ 25 മുതൽ ഉള്ള 10% പലിശയും ലളിതമായ പലിശയും കൊടുക്കണം. അപ്പം 22 റിട്ടയർ ആയവർക്ക് 22 വരെയുള്ളത് കിട്ടും. 23, 24, 25 ഇങ്ങനെ ഏത് വർഷമാണ് റിട്ടയർ ആയത് ആ വർഷം മുതലുള്ള പലിശയാണ് കിട്ടുന്നത്. അപ്പോൾ 22-ൽ ഇറങ്ങിയവർക്ക് കൂടുതൽ പൈസ കിട്ടും. കാര്യം ആ വർഷം മുതലുള്ള പലിശ കിട്ടും. 25-ൽ ഇറങ്ങിയവർക്ക് അത് കുറച്ചുള്ള പലിശ കിട്ടത്തുള്ളൂ, അത് മുതലുള്ള പലിശ കിട്ടത്തുള്ളൂ. അപ്പോൾ 10% പലിശ ഉൾപ്പെടെ കിട്ടും. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആക്ടിലെ സെക്ഷൻ 8 പ്രകാരം റവന്യൂ റിക്കവറി നടപടികൾക്ക് ICDS ഓഫീസർ വിധേയമാകേണ്ടി വരും. അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. എന്തായാലും ഗവൺമെൻറ് ആണല്ലോ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും 10-70 ലക്ഷം രൂപ രണ്ട് കൂട്ടരും കൂടെ ആകുമ്പോൾ ഏകദേശം 1 കോടി രൂപ വരെയുള്ള ബെനിഫിറ്റ് അംഗനവാടിക്കാർക്ക് കിട്ടുന്നു. അപ്പോൾ കിട്ടാത്തവർ ദയവായി നിങ്ങൾ ICDS ഓഫീസിൽ ബന്ധപ്പെടണം. നിങ്ങളുടെ ജില്ല ഏതായാലും നിങ്ങളുടെ ജില്ലയ്ക്ക് അനുഗുണമായിട്ടുള്ള അതിനനുകൂലമായി നിൽക്കുന്ന ജില്ലാ ലേബർ ഓഫീസിൽ നിങ്ങൾ പോവുകയും ഈ കോട്ടയത്തുണ്ടായ വിധിയെക്കുറിച്ച് പറയുകയും നിങ്ങളുടെ ലെറ്ററുകൾ കൊടുക്കുകയും വേണം. വീട്ടിൽ നിങ്ങൾ പ്രായമായവരൊക്കെ ആണെങ്കിൽ, കാര്യം 62 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആവുന്നവരാണ്, മറ്റ് പ്രായം കുറഞ്ഞ ആരെങ്കിലും അയക്കണം, അപേക്ഷയായിട്ട് അയക്കണം. അങ്ങനെ അയച്ച് നിങ്ങൾ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്ക് അപേക്ഷ കൊടുത്ത് നിങ്ങളിത് വാങ്ങണം. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഒരു കാരണവശാലും അത് വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒരുവിധം നല്ല തുക കിട്ടുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെ കിട്ടിയവരുണ്ട് ഞാൻ ഈ ഓർഡർ നോക്കുമ്പോൾ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. 1,50,000 മുതൽ അങ്ങനെ 2 ലക്ഷം വരെ കിടക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പലിശയും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം നല്ല തുക കിട്ടും. വളരെ സന്തോഷം. നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ പല കാര്യങ്ങളും നടക്കുന്നു. അത് നമ്മൾ പറഞ്ഞത് കൊണ്ടല്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഇതിൻ്റെ പേരിൽ ഇനി തർക്കവും പഴക്കമൊന്നും ഉണ്ടാക്കണ്ട. ഇതിൻ്റെ സംഘടനകൾ, നിരവധി സംഘടനകൾ, ഈ പ്രത്യേകിച്ച് അംഗനവാടിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ ഇതിനുവേണ്ടി മെമ്മോറാണ്ടം കൊടുക്കുന്നു, കേസ് കൊടുക്കുന്നു. അവരൊത്തിരി പേരുണ്ട്. പിന്നെ വ്യക്തികൾ ഇതിൻ്റെ പുറകിലുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. എന്തായാലും ആര് പൂച്ചയ്ക്ക് മണി കെട്ടിയാലും മണി കെട്ടാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഗ്രാറ്റുവിറ്റി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്.